നമസ്കാരം കേട്ടോ, ജയനാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അതായത് പുതിയൊരു വാഹനം വരുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. മറ്റൊന്നുമല്ല, സിട്രോൺ C3യുടെ ബേസ് ചെയ്ത് വരുന്ന മറ്റൊരു പുതിയ വാഹനത്തെക്കുറിച്ചാണ്. അതായത് ഒരു കൂപ്പ് മോഡൽ വരാൻ പോവുകയാണ്. നാളെ അതിൻ്റെ അൺവീൽ ചെയ്യും കേട്ടോ. മോഡൽ ബസാൾട്ട് എന്നാണ് കൂപ്പ് വരുന്ന പേരിട്ടിരിക്കുന്നത് കേട്ടോ, സിട്രോണിൽ നിന്നും. അപ്പോൾ സിട്രോൺ ബസാൾട്ട് വിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ട്രെയിലർ മാത്രമാണ് സിട്രോൺ കഴിഞ്ഞ ദിവസം അൺവീൽ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലും ഹാൻഡിലുകളിലൊക്കെ കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് നടക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 5-8 മാസത്തോളമായി സ്പൈഡ് ഇമേജസും സ്പൈഡ് വീഡിയോസൊക്കെ എന്തായാലും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ സിട്രോൺ C3 ബേസ് ചെയ്തിരിക്കുന്ന, അതായത് സിട്രോണിൻ്റെ തന്നെ C3യുടെ 3 വേരിയൻറ്റുകൾ നമുക്കിപ്പോൾ ഓൾറെഡി ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അതായത് പെട്രോൾ വേരിയൻറ്റ്, അതുപോലെ തന്നെ എൻ്റെ ഇലക്ട്രിക്കൽ വേരിയൻറ്റ്, ഇലക്ട്രിക് ആയിട്ടുള്ള EV മോഡൽ, അതുപോലെ തന്നെ സിട്രോൺ CVയുടെ എയർ ക്രോസ്, ഇങ്ങനെ 3 ഓൾറെഡി ഇന്ത്യയിൽ ഉള്ളതാണ് ഇപ്പോൾ. അപ്പം അതിനുശേഷം ഇപ്പോൾ സിട്രോണിൻ്റെ തന്നെ ഇൻ്റർനാഷണൽ മോഡലായ C3X എന്ന് പറയുന്ന കൂപ്പയുടെ ഇന്ത്യൻ വെർഷൻ അല്ലെങ്കിൽ പുതിയൊരു വേരിയൻറ്റ് ഇന്ത്യയിലേക്ക് അവർ കൊണ്ടുവരികയാണ്. അപ്പോൾ അതിൻ്റെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ 5-8 മാസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേയേറെ ടെസ്റ്റുകൾ നടക്കുന്നുണ്ട്. എന്തായാലും 5-8 മാസമായി ഈ സ്പൈഡ് ഇമേജസും വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയ കിടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട്. എന്തായാലും നമ്മുടെ വരാൻ പോകുന്ന ടാറ്റ കെർവിനെ ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും. എന്തായാലും കൂപ്പ് മോഡൽ ഒരു കൂപ്പ് സെഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായാലും അടുത്ത ഒരു നെക്സ്റ്റ് സെഗ്മെൻറ്റായി ഹിറ്റാകാൻ പോകുന്ന ഒരു മോഡലാണ്. അതിന് ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും കേട്ടോ എല്ലാ വണ്ടികളും തന്നെ. അതായത് മഹീന്ദ്രയുടെയും വരാനുണ്ട്. മഹീന്ദ്രയുടെ B5നെ ബേസ് ചെയ്തുകൊണ്ടിരുന്ന മറ്റൊരു മോഡലിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രിക് കൂപ്പിൻ്റെ ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു കൂപ്പ് സെഗ്മെൻറ്റ് താരമാകാൻ പോവുകയാണെന്നുള്ളത് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്ത് വന്നിരിക്കുന്ന ഈ സിട്രോൺ C3Xൻ്റെ ബേസ് ചെയ്ത് വന്നിരിക്കുന്ന ഈ ബസാൾട്ടിനെ കുറിച്ചുള്ള വീഡിയോ ആയിട്ട് ഇന്നത്തെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കാം നമുക്ക്. അപ്പോൾ ഈ സെഡാൻ കാറുകളും അതുപോലെ കോമ്പാക്ട് SUVകളും ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടാൻ പോകുന്ന ഒരു മോഡലായിരിക്കും ഈ കൂപ്പ് മോഡലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൂപ്പകളെ അതായത് നമുക്ക് ഒരു വെറൈറ്റി മോഡലായിട്ടാണ് എന്തായാലും വരാൻ പോകുന്നത്. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു മോഡലായിരിക്കും. അല്പം വലിപ്പവും അതുപോലെ തന്നെ സെഡാൻ്റെ ഒരു ഷേപ്പും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അത്രയൊരു മോഡലുമായിട്ടാണ് അതായത് നാളെ 27 മാർച്ചിന് സിട്രോൺ ഒരു അൺവെയിൽ ചെയ്യും കേട്ടോ. ലോഞ്ചായിരിക്കും, അൺവെയിലായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ നാളെ എന്തായാലും നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസുള്ള വീഡിയോകളിൽ അപ്ലോഡ് ചെയ്യാൻ കേട്ടോ. ഫുൾ ഡീറ്റെയിൽസ് ഒന്നും ഇത്ര അവൈലബിൾ അല്ല. നമുക്ക് സ്പൈഡായിട്ടുള്ള കുറച്ച് വീഡിയോസും ഇൻറ്റീരിയറിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് അവൈലബിൾ ഉള്ളത് കേട്ടോ. അപ്പോൾ ഫ്രഞ്ച് നിർമ്മാതാക്കളായ സിട്രോൺ പറയുന്നത് ഇന്ത്യക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത് വരുന്നതാണ്. ഇത്തവണ ഇന്ത്യ ഉദ്ദേശിച്ച് തന്നെയാണ് ഇത് മാർക്കറ്റിലേക്ക് ഇറക്കുന്നതാണ് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഒരു നേരത്തെ പറഞ്ഞാൽ ഭയങ്കര പിരിശുക്കന്മാരായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലാണെങ്കിൽ എക്സ്റ്റീരിയറിൻ്റെ കാര്യത്തിൽ ഡോർ ഹാൻഡിൽസൊക്കെ ഒരു പ്രത്യേകതയായിരുന്നു അവരുടെ. ചീപ്പായിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത്തവണ വരുന്ന കുറച്ച് പ്രീമിയം ഫീച്ചേഴ്സ് കൂടിയാണെന്ന് പറയപ്പെടുന്നത്. നമുക്ക് ആ കണ്ട ഇമേജിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പുതിയ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, അതുപോലെ ലെതർ സീറ്റുകളും വലിയ സ്റ്റിയറിംഗ് വീലും സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോളുകൾ, 360 ക്യാമറ, സേഫ്റ്റി ഫീച്ചേഴ്സ്, അങ്ങനെ എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും വരാൻ പോകുന്നത്. ഈ കണ്ട സ്പൈഡ് ഇമേജസ് എന്നുള്ള ഡീറ്റെയിൽസുകൾ മാത്രമാണ് ഇപ്പോൾ അവരുള്ളത്. നാളെ എന്തായാലും ഇവർ അൺവെയിൽ ചെയ്യും. അപ്പോൾ മൊത്തം ഡീറ്റെയിൽസ് നമുക്ക് എന്തായാലും അറിയാൻ പറ്റും. എഞ്ചിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്ക് പറയുന്നത് പറഞ്ഞാൽ 1 ലിറ്ററിൻ്റെ ടർബോ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 109 bhp പവറും അതുപോലെ തന്നെ 190 Nm ടോർക്കും തരുന്ന എഞ്ചിനാണ് വരുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് അവരൊരു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് കൂടി ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു ഗിയർ ബോക്സ് കൂടെ ഉൾപ്പെടുത്തി വരുന്ന ഓട്ടോമാറ്റിക് വെർഷൻ കൂടി നമുക്കിത് പ്രതീക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ കേട്ടോ. ഇലക്ട്രിക് വെർഷനും കാര്യങ്ങളൊക്കെ എന്തായാലും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ളൂ. C3Xൻ്റെ ആണെങ്കിൽ ഉള്ളത്. അപ്പോൾ കൂപ്പ് വെർഷൻ്റെ ഇലക്ട്രിക് ഒന്നും ഇപ്പോൾ എന്തായാലും വരാൻ പോകുന്നില്ല. അതുപോലെ സൺറൂഫ് കാര്യങ്ങൾ, LED ഹെഡ് ലാംപ്സ്, ടെയിൽ ലാംപ്സ്, കണക്റ്റഡ് ടെയിൽ ലാംപ്സ്, അത്തരം പുതിയ ഫീച്ചേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. എന്തായാലും നമ്മുടെ സൈഡ് ഇമേജസിനൊക്കെ മനസ്സിലാവുന്ന ഗ്രില്ലും ഫ്രണ്ട് ബമ്പറും കാര്യങ്ങളും എല്ലാം തന്നെ ഇവർ C3 ആ ഒരു വേരിയൻറ്റിൽ വരുന്ന C3യുടെ മോഡലുകളിൽ വരുന്ന ആ പഴയ ഗ്രില്ലുകളും സംഭവങ്ങളും എല്ലാം തന്നെയായിരിക്കും വരാൻ പോകുന്നത്. പുതിയ മാറ്റം വരാൻ പോകുന്ന ഹെഡ് ലാമ്പുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എന്തായാലും നാളെ നമുക്ക് പുതിയ ഇതിൻ്റെ റിവീൽ അല്ലെങ്കിൽ അൺവെയിൽ ചെയ്യുന്ന വീഡിയോസും ഡീറ്റെയിലായിട്ട് നാളെ ഒരു വീഡിയോ ആയിട്ട് വരാൻ കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.